ഹോബീസ് അതിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹോബി വായന. അത് ചെറുപ്പം മുതൽ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ ഞാൻ ബുക്സിൻ്റെ പിന്നാലെയാണ്. എനിക്ക് വീട്ടിൽ നിന്ന് അടി വരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പുസ്തകം വായിച്ചിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ. വിളിച്ചാലൊന്നും കേൾക്കില്ല. ഒരു പുസ്തകം വായിക്കാതിരുന്ന അതിലേക്ക് തന്നെയായിരിക്കും കംപ്ലീറ്റ് ശ്രദ്ധ. ആര് വിളിച്ചാലും ചിലപ്പോൾ എന്നൊക്കെ പറയുന്നതല്ലാതെ കേൾക്കൂല. അപ്പോൾ അത്രയും കോൺസെൻട്രേറ്റഡ് എന്ന് വായിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ എന്ത് കോൺസെൻട്രേറ്റഡ് ആയി ചെയ്താലും അതിലേക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി ശ്രദ്ധ കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വായനയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തായാലും എൻ്റെ വീട് മൊത്തം നിറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾക്കിടയിൽ ഒരു കിടന്നുറങ്ങുകയും ചിലപ്പോൾ ചെയ്യും. അങ്ങനെ ഇതുവരെയും എനിക്ക് വിടാൻ പറ്റാത്തതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമായിട്ടുള്ളൊരു ഹോബി വായനയാണ്. ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു കയ്യിലൊക്കെ എണ്ണം അത്രേ ഉള്ളൂ. വളരെ കുറവാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എൻ്റെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, രാജീവ്. എൻ്റെ കൂടെ അവിടുത്തെ പ്രശ്നങ്ങളിലും നല്ലതിലും ചീത്തയിലൊക്കെ എൻ്റെ കൂടെ വന്നൊരു ഫ്രണ്ട്. എനിക്ക് ഏറ്റവും സ്കൂൾ ഓഫ് ഡ്രാമ ലൈഫിലും എൻ്റെ ലൈഫിലായാലും എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ വീട്ടിലായാലും അവൻ്റെ വീട്ടിലായാലും അത്രയും ഞാൻ കൊണ്ടുപോയിട്ടുള്ള എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ രാജീവ് വിജയൻ. അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഇപ്പോൾ തൃശ്ശൂർ നാടകവും ഒക്കെ കാര്യങ്ങളും ജീവിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ തിയേറ്റർ ഓഫ് ദ സോൾ സീക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു നാടക ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അടുത്ത്. അപ്പോൾ അതിൽ കുറച്ച് പേരുണ്ട്, രാമൻ, അങ്ങനെ അധീന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ്. പൊതുവേ ഞാനൊരു ഫ്രണ്ട്സ് സ്ഥിരമായിട്ട് അങ്ങനെ ഫ്രണ്ട്സ് ഉള്ള ഒരു വ്യക്തിയൊന്നുമല്ല. കാരണം എൻ്റെ ലോകത്താണ് ഞാൻ എപ്പോഴും. എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ സംഭവിക്കുന്നത് അത് എൻ്റെ ഒരു നാടകത്തിൻ്റെ ട്രെയിലർ, യമദൂത് എന്ന് പറഞ്ഞൊരു നാടകത്തിൻ്റെ ട്രെയിലർ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ കാണുകയും അത് വെച്ചിട്ട് ഈ കുട്ടി അതൊന്ന് അന്വേഷിച്ച് അവസാനം എന്നെ കണ്ടെത്തുകയും അങ്ങനെ വിളിച്ച് കാസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. അതൊരു ശ്രീലങ്കൻ റോളായിരുന്നു, ശ്രീലങ്കൻ ക്യാരക്ടർ. ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്ന് താമസിക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. അപ്പോൾ ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ അവർ ഓഡിഷന് വന്നു, ചെയ്തു. അപ്പോൾ അവരുടെ കമ്പനിക്ക് എല്ലാവർക്കും ഓക്കെ. അതൊരു ന്യൂ കമ്പനിയാണ്. ഒരു തെലുങ്കിലൊരു ആർട്ടിസ്റ്റായിരുന്നു ഹീറോ. അപ്പോൾ അത് ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ ആയതുകൊണ്ട് കുറച്ച് റിലീസിങ് പ്രോബ്ലംസ് ആയി നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ റിലീസിങ്ങിലേക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മീശൈ കാതലി എന്നാണ് ആ മൂവിയുടെ പേര്, സെക്കൻഡ് മൂവിയുടെ പേര്. അതിൽ ഞാനൊരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു 75% സ്ക്രീൻ ടൈമിൽ ഞാൻ ബ്ലൈൻഡാണ്. ഈ ബ്ലൈൻഡായ കുട്ടിയെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കുറേ ഇവളുടെ കാഴ്ച പോകുന്നത് അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും ഇവൾ കൊല്ലപ്പെടുന്നതാണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ ഈ ബ്ലൈൻഡായിട്ട് പക്ഷെ മോഡേണാണ്, വെരി മോഡേൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ ഫസ്റ്റ് മൂവിയിലെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരു അലഞ്ഞു തിരിയുന്ന ഒരു ശ്രീലങ്കൻ പെൺകുട്ടി. ഇതിൽ ഭയങ്കര മോഡേൺ ആയിട്ടുള്ളൊരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. രണ്ടും ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വർക്കുകളുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ഉള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഭയങ്കര പോസിബിലിറ്റി ഉള്ള 2 ക്യാരക്ടേഴ്സായിരുന്നു. ഇത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് റിലീസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കരിയറിലൊരു ബ്രേക്ക് ആവാൻ സാധ്യതയുള്ള 2 ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ ഒരു പ്രണയം നിലവിലില്ല. ഇനി ഉണ്ടാവുമോ എന്നറിയില്ല. പ്രണയമാണ് എപ്പോൾ ആർക്ക് എവിടെ വെച്ച് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിൽ പ്രേമിക്കാതിരിക്കണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. കാരണം ഇപ്പം എൻ്റെ ഫോക്കസ്ഡ് ആയിട്ട് കംപ്ലീറ്റ് എഴുത്തിലേക്കൊക്കെ തിരിഞ്ഞു. ഇപ്പം എഴുത്തിനോടാണ് പ്രണയം. എല്ലാവരും പറഞ്ഞ പോലെ ഒഴിഞ്ഞു മറന്നല്ല, സത്യമാണ് കേട്ടോ. അതായത് ഇപ്പം ഞാൻ എൻ്റെ സ്ക്രിപ്റ്റുകളെ പ്രണയിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തിയേറ്റർ ഓഫ് ദ സോൾ സീക്കേഴ്സിനെ പ്രണയിക്കുന്നു, എന്നെ പ്രണയിക്കുന്നു, എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. അതിലൊരു തരം എൻ്റെ ചുറ്റുപാടുള്ള എല്ലാത്തിനോടും എനിക്കിഷ്ടമാണ്. അത് ഒരു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം വരെ ഒരു പ്രണയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, എത്ര പേരാണുള്ളത്? ഞങ്ങൾ 4 പേര്. 4 പേരിൽ ആകെ കൂടി തലതെറിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ തന്നെ കലാകാരിയായിട്ടുള്ള ഒരാൾ ഞാനാണ്. ഒരു കൊടകര എന്ന പ്രദേശത്തെ ഒരു തൃശ്ശൂർ കൊടകര എന്നൊരു ഗ്രാമത്തിലെ ഒരു നാട്ടിൻ പുറത്ത് ആണ് എൻ്റെ വീട്. അവിടെ നിന്ന് അച്ഛൻ്റെ പേര് ശങ്കരൻകുട്ടി, അമ്മയുടെ പേര് കുമാരി, അനിയൻ്റെ പേര് ഹിമേഷ്.
ഹിമ എന്ന വ്യക്തിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരു എനിക്ക് ചിലപ്പോൾ തോന്നാണ് ഞാൻ ഭയങ്കര പൊട്ടിയാണെന്ന്. കാരണം ആൾക്കാർ പറയുന്ന ഒരു കാര്യത്തിൻ്റെ പിന്നാലെ പോവില്ല. ഒരു കാര്യം എൻ്റെ രീതിക്ക് മാത്രമേ ഞാൻ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആൾക്കാരോട് ഭയങ്കര നിഷ്കളങ്കമായി ഇടപെടും. അത് ചിലപ്പോൾ ആൾക്കാരോട് വളരെ ഷാർപ്പായി ഇടപെടും. പുറമേയൊക്കെ മിക്കപ്പോഴും എല്ലാ കാര്യവും ഷാർപ്പായി ഇടപെടുമെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ ഞാൻ എപ്പോഴും ഒരു നാട്ടിൻപുറത്തിൻ്റെ നന്മയും നിഷ്കളങ്കത്തൊക്കെ കീപ്പ് ചെയ്യാറുണ്ട്. കാരണം എനിക്കത് നഷ്ടപ്പെടണമെന്ന് തോന്നിയിട്ടില്ല. കാരണം അത് നമ്മൾ ഒരു കുട്ടിയുടെ മൈൻഡ് നഷ്ടപ്പെട്ടാൽ നമുക്ക് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എനിക്ക് വിശ്വാസം തോന്നുന്നവരുമായിട്ട് ഞാൻ വളരെ ചൈൽഡിഷ് ആയിട്ടാണ് ഇടപെടുക. പക്ഷേ പുറമേ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹിമ നീ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നീ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അത് ശരിയാണ്, ഞാൻ അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം ഞാനൊരു മൊമെൻറ്റിൽ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മൊമെൻറ്റിലാണെങ്കിൽ ഈ മൊമെൻറ്റിൽ തന്നെ 100% ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെ അടുത്ത മൊമെൻറ്റിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് എനിക്ക് അത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം വരും എന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളല്ല. വരുന്നിടത്ത് വെച്ച് കാണാം, വന്നാൽ നോക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ 2 പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ എൻ്റെ പുതിയതായിട്ട് മുന്നിൽ. അത് രണ്ടും തമിഴാണ്. ഒന്ന് അതിൻ്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, അതിൻ്റെ ഷെഡ്യൂൾ ബ്രേക്കാണ്. ഇനി അടുത്ത ഷെഡ്യൂൾ എറണാകുളത്തും ഡൽഹിയിലും ഒക്കെ ആയിട്ടാണ്. അതിലൊരു ജേർണലിസ്റ്റാണ് ഞാൻ, ഒരു ഡൽഹി ബേസ്ഡ് ജേർണലിസ്റ്റ്. അപ്പോൾ ഒരു റിവെഞ്ച് കൈൻഡ് ഓഫ് ഒരു സ്റ്റോറിയാണ്. റിക്സൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളാണ് അതിൻ്റെ ഡയറക്ടർ. പിന്നെ സെക്കൻഡ് മൂവി അത് റിവീൽ ചെയ്യാറായിട്ടില്ല, പക്ഷെ ഒരു നല്ല കഥാപാത്രമായിട്ട് തീർച്ചയായിട്ടും കുറച്ച് നല്ല രീതിയിലുള്ള ഒരു മൂവിയായിരിക്കും അത്. പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ഒരു മനുഷ്യനെന്ന നിലയിൽ എന്താകണമെന്ന് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, വേറെ ആരും ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. അതിൽ വേറെ ആർക്കും സ്പേസ് ഇല്ല. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മളോട് തന്നെയുള്ള വലിയൊരു കമ്മിറ്റ്മെൻ്റാണ്. ചിലപ്പോൾ നിങ്ങൾ ഫേമസ് ആയില്ലെന്ന് വരും, ചിലപ്പോൾ നിങ്ങൾ വലിയ വർക്കുകളൊന്നും ചെയ്തില്ലെന്ന് വരും, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ. ആ എൻജോയ്മെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു ഫെയിമിൻ്റെ പിന്നാലെ പായുന്നവരാവരുത്. അവർക്ക് അവരോട് തന്നെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അവരെ. അതുമാത്രമാണ് പറയുന്നത്. ലാവെൻഡറിലൂടെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഇനി എന്തെങ്കിലും പറയാം. അപ്പോൾ ബൈ.